കണ്ണുറന്നുള്ള ഉറക്കമാണോ അതോ സ്വപ്ന ലോകോ? പഠിക്കാനൊന്നും പറഞ്ഞ് നീ ഇറങ്ങിയിട്ട് നീ എന്താ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്? ശ്രീ എന്താ ഇത്? നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ. എനിക്ക് സങ്കടം സഹിക്കുന്നില്ല കൃഷ്ണ. രവി സാറ് പറഞ്ഞത് ലണ്ടനിൽ പോയിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന. ഇപ്പതെ ഫോണും ഇല്ല, മെസ്സേജും ഇല്ല. ഇനിയും കാത്തിരിക്കാൻ ക്ഷമയില്ല എനിക്ക്. ഈ സാറിന് എന്താ ഇത്ര മനസാക്ഷി ഇല്ലാതെ പോയത്? അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ തിരക്കിലാണെന്നോ അല്ലെങ്കിൽ പിന്നീട് വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ എനിക്ക് എന്തുമാത്രം സമാധാനായെന്നെ. ഇതിപ്പോ ഒരു കുഞ്ഞു മെസ്സേജ് പോലും അയക്കാതെ ചിലപ്പോ ഇന്നെങ്കിലും രവിവർമ്മൻ സാർ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലോ? ഫോൺ ഇപ്പൊ നന്ദന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അവൻ ചിലപ്പോ ഫോൺ എടുത്തിട്ടുണ്ടാവും. അയ്യോ കൃഷ്ണ, അങ്ങനെ ഇങ്ങനെ സംഭവിച്ച രവിവർമ്മൻ സാറിന് ഭയങ്കര ദേഷ്യാവും. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ എന്താ, എളുപ്പമല്ലേ. നീ ഇപ്പൊ നന്ദന്റെ ഫോണിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് വിളിക്കുക. ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ നിന്റെ ഫോണിൽ നിന്ന് അയാളുടെ പേരും നമ്പറും കാണുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പൊ നീ പറഞ്ഞാ മതി നിന്റെ ഫോണിൽ വരുന്ന കോളുകളൊന്നും അറ്റൻഡ് ചെയ്യരുതെന്ന്. വേണമെങ്കിൽ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞേക്ക്. അപ്പൊ ഇങ്ങനത്തെ ടെൻഷന്റെ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിപ്പോ എന്റെ ഫോൺ ലോക്ക്ഡ് ആടി. അപ്പൊ അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ? അതറിയില്ല. ഞാനേ എന്റെ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കൃഷ്ണ, നന്ദൻ വന്നു. രക്ഷപ്പെട്ടു. ഹലോ നന്ദൻ. ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? വീട്ടിലല്ലേ ഇപ്പൊ താമസം? ആദ്യം എന്റെ ഫോൺ തന്നെ, സംസാരമൊക്കെ പിന്നീട്. താൻ അല്പം നേരം കൂടി ഓഫീസിൽ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് അവിടെ വെച്ച് തന്നെ തരുമായിരുന്നു. തന്റെ ഫോൺ എൻ്റെ കയ്യിലാന്ന് അറിഞ്ഞ് ഞാൻ തിരിച്ചു ഓടി വന്നപ്പോഴേക്കും താൻ പോയി. ഇതിപ്പോ എന്നെ ഇവിടെ വരുത്താൻ വേണ്ടി താൻ ഇറക്കിയ നമ്പർ ആണോ എന്നാ എന്റെ സംശയം. അയ്യോ അങ്ങനെയൊന്നുമല്ല, വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞാടോ. തന്റെ ഫോൺ ലോക്കായിരുന്നതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അതാ സംഭവിച്ചത്. പക്ഷെ എന്റെ ഫോൺ ലോക്കല്ലായിരുന്നല്ലോ. അതിൽ നിന്ന് ഇതിലേക്കൊന്ന് വിളിക്കാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലേ എന്റേത് തനിക്കും തൻ്റേത് എനിക്കും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാന്നാണ് അർത്ഥം. എന്നിട്ട് കയ്യിലിരിക്കുന്നത് എന്റെ ഫോൺ ആയതുകൊണ്ട് താൻ തൊട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലാന്നാണോ താൻ തെളിയിച്ച് കാണിച്ചത്? ഏയ്, അങ്ങനെയൊന്നും ശ്രീ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു, അത്രേ ഉള്ളൂ. താൻ ആരാണാവോ? മനസ്സിലായില്ല. ശ്രീലക്ഷ്മി ഇവിടത്തിന്റെ വക്കീലാണോ? അയ്യോ സോറി, ഇത് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ, കൃഷ്ണ. മൈ ബെസ്റ്റി. ബെസ്റ്റി എന്ന് പറയുമ്പോ? ബെസ്റ്റി എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സൗഹൃദ ബന്ധം. നമുക്കിടയിൽ ഒരു രഹസ്യമില്ല എന്നർത്ഥം. ഓഹോ, അപ്പൊ ശ്രീലക്ഷ്മി എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പുറകെ നടന്ന് ബോറടിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞോ ഇവള്? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, മടങ്ങിപ്പോയിക്കളയാം. അയ്യോ അയ്യോ സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. നന്ദന്റെ ക്യാരക്ടർ വളരെ നല്ലതാണെന്ന് ശ്രീ എപ്പോഴും പറയാറുണ്ട്. ആഹാ, അങ്ങനെ വഴിക്കുവാ. അല്ല, ഇവിടെ തന്നെ നിർത്താനാണോ തന്റെ ഭാവം? ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കടോ. അയ്യോ സോറി,
നന്ദൻ കയറിക്കോളൂ. ഞാനൊരു ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. കൃഷ്ണേ. ആ നന്ദൻ വരൂ. ഹലോ, ഗുഡ് ഈവനിങ്. അല്ല, ഇതാരും നന്ദനോ? കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞോളൂ. ഈ സമയത്ത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇരിക്കേ. കൃഷ്ണേ, ശ്രീ എവിടെ? ശ്രീലക്ഷ്മി ആരും അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാൻഡി, ഇപ്പൊ വരും. നിങ്ങൾ സംസാരിക്ക. സത്യം പറഞ്ഞ ഞാനും സരോജവും കൂടി നന്ദനെ കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നന്ദന് വലിയ ബുദ്ധിമുട്ടായല്ലേ? അതെ നന്ദ, എനിക്കും വലിയ വിഷമായി. എന്ത് ചെയ്യാനല്ലേ? അതൊന്നും കുഴപ്പമില്ല ആന്റി. എന്തായാലും സമയത്തിന് രവിവർമ്മൻ സാർ വന്നല്ലോ. അതെ അതെ, ആ സമയത്ത് രവിവർമ്മൻ സാർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. നമുക്കെന്തോ ദൈവഭാഗ്യമുണ്ടെന്ന് കരുതിയാ മതി. അല്ല, നന്ദനന്റെ ബാഗൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോവാണോ രാത്രി? ന്യൂ ഇയർ ആയിട്ടാ? അല്ലല്ല, ഇത് ഗിറ്റാറാ. നമ്മുടെ ദോസ്തിനെ കാണാൻ വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ കൊണ്ടുവന്നോ? ഞാൻ വിചാരിച്ചില്ല കൊണ്ടുവരുമെന്ന്. അതെന്ത് പറച്ചിലാണ് ദോസ്ത്? വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കണ ആളല്ല ഞാൻ. പറഞ്ഞ ചെയ്തിരിക്കും. അതാണ് നന്ദൻ സ്റ്റൈൽ. ഇതാണ് ഗിറ്റാർ. കണ്ണ് നിറയെ കണ്ടാട്ടെ. ദാ. അയ്യോ, ഇത് കൊള്ളാം കേട്ടോ. ഞാൻ ചില സിനിമാ പാട്ടുകളിലെ നായകൻ കൊണ്ടു നടക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഒരു ഗിത്താറ് നേരിട്ട് കാണുന്നത്. ഗിത്താറല്ലടി, ഗിറ്റാർ. എനിക്കിത് പഠിച്ചിട്ട് വേണം ചില പാട്ടുകളൊക്കെ ഇതിനെ വായിച്ചു കേൾപ്പിക്കാൻ. അത് ആലോചിക്കുമ്പോഴേ എനിക്കൊരു പേടി. ഈ പ്രായത്തിൽ നിങ്ങൾ ഗിത്താറ് പഠിച്ചിട്ടേ കൈയൊക്കെ എന്തിനാ വെറുതെ മുറിച്ചു വെക്കുന്നത്? അയ്യോ ആന്റി, ഇതിന്റെ ഏജും കീജും ഒന്നും ഒരു പ്രശ്നമല്ല. വേണമെങ്കിൽ ആന്റിക്ക് പഠിക്കാം. ഞാൻ പഠിപ്പിച്ചു തരാം ആന്റിക്ക്. അയ്യോ വേണ്ട നിയ, ഈ വീട്ടിൽ തന്നെ ആവശ്യത്തിലേറെ ജോലിയാ. ഇനി ഒന്നും പഠിക്കാൻ സമയമില്ല. സ്വസ്ഥം ഗ്രഹഭരണം, അത് മതി. അല്ലെങ്കിൽ തന്നെ റേഷൻ കാർഡിൽ എന്റെ ജോലി ഗൃഹഭരണമെന്നാ വെച്ചിരിക്കുന്നേ. ഇനി ഞാനായിട്ടത് മാറ്റി ഉള്ള റേഷൻ ഇല്ലാതാക്കാൻ വയ്യ. എടി, റേഷൻ കാർഡിൽ നിന്റെ തൊഴിൽ ഗിറ്റാറിസ്റ്റ് എന്ന് വെച്ചാലും സർക്കാർ റേഷനരി ഒന്നും വെട്ടിക്കുറക്കില്ല. എന്നാലും വയ്യപ്പാ, എന്നെ വിട്ടേക്ക്. അതേ നന്ദ, പണ്ട് ഈ കോളനിയില് എല്ലാ വർഷവും വാർഷികം നടത്തുമായിരുന്നു. ഒരു വട്ടം സരോജം സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടി. അതിനുശേഷം കോളനിക്കാര് വാർഷികമേ വേണ്ടാന്ന് വെച്ചത്. അന്ന് സരോജം കലാരംഗത്തോട് വിട പറഞ്ഞതാ. അതുകൊണ്ട് നിർബന്ധിക്കണ്ട, നമുക്ക് പഠിക്കാം, അത് മതി. എന്നാ ശരി ദോസ്, നമുക്ക് തുടങ്ങിക്കളയാം.
താനൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. റൂമിൽ പൊക്കെ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? സാറ് പുറത്തേക്ക് വന്നില്ല ഇതുവരെ. ഒരുപാട് ലേറ്റായല്ലോ. പോയി ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കേ. ശരി സാർ. ആ, നിങ്ങളെല്ലാവരും അതാത് പൊസിഷനിൽ പൊക്കെയോ. സാർ, 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 ഹലോ സാർ, സാർ, മാഷൽ, സാർ റൂമിലില്ല. റൂമിലില്ലേ? പിന്നെ ഇവിടെ പോയി. വാ. ശ്ശെ, എത്ര പ്രാവശ്യമായി ഇതെന്താ ഈ ഫോൺ കിട്ടാത്തത്? ദേ, ഇതാണ് ഗിറ്റാറിന്റെ ബോഡി. ഇത് നെക്ക്. ഓ, ഇതിന്റെ ഹെഡ് എന്ന് പറയും. ആ, ഈ ഹെഡിലാണ് ട്യൂണിംഗ് കീസ് ഉള്ളത്. ഈ ട്യൂണിംഗ് കീസ് ഉപയോഗിച്ചാണ് സ്ട്രിങ്സ് ട്യൂൺ ചെയ്യുന്നത്. സ്ട്രിങ്സ് ദേ ഇതാണ്. വേണമെങ്കിൽ തൊട്ട് നോക്കാം.
അയ്യോ ശ്രീരച്ച സൂക്ഷിച്ച്, അതിൽ നേരത്തെ കമ്പികളാ. കണ്ണും കടച്ചാണ്ടി ഒന്നും കാണാൻ വയ്യാതെ അത് വലിച്ചു പൊട്ടിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിടി. ഞാൻ ഈ പറയുന്നൊന്ന് ആദ്യം ശ്രദ്ധിക്കട്ടെ. ദോസ്ത്, ആ. ഈ സംഗീതം 7 സ്വരങ്ങൾ കൊണ്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓ, അതിന് രാജ്യങ്ങളുടെയോ ഭാഷകളുടെയോ വ്യത്യാസം ഒന്നുമില്ല. മനുഷ്യന് മാത്രമാണ് ജാതി, മതം, പണക്കാരൻ, പാവപ്പെട്ടവൻ എന്നൊക്കെ വേർതിരിവുള്ളത്. പക്ഷെ സംഗീതം ഇതിനെല്ലാം ഉയരെയാണ്, വളരെ വളരെ ഉയരെ. അറിയാം ദോസ്ത്, അറിയാം. അതിനാണ് യേശുദാസ് പാടിയത്. വാവ്, ഫാന്റാസ്റ്റിക്. എന്തായി, മുറിവ് ഡ്രസ് ചെയ്തോ? അത് കുഴപ്പമില്ല. വേറൊരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നം? സാറ് ഈ കോമ്പൗണ്ടിൽ നിന്ന് എവിടേക്കും ഇറങ്ങിപ്പോയി.